കർത്താവിൻ്റെ വേല കർത്താവാണ് ചെയ്യുന്നതെങ്കിൽ നാം ഒരിക്കലും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കരുത്. അത് കർത്താവ് ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ പട്ടിണി കിടന്നാലും ദൈവം നിന്നെ അത്ഭുതമായി പുലർത്തുന്നത് കാണാനൊരവസരം, അങ്ങനെ ദൈവത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ ആനിക്കാടിനടുത്ത്, പാമ്പാടിക്കടുത്ത് ആനിക്കാടിനടുത്ത് നൂറോന്മാവ് എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഗോഡ്ലി കുര്യൻ സാറിനെ കാണാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് സുവിശേഷൻ ഗോഡ്ലി കുര്യൻ സാർ. ഇന്ന് സാറിൻ്റെ ജീവിതാനുഭവം നമുക്ക് കേൾക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. സാറിന്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സാർ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, മക്കൾ എത്ര പേരാണ്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഗോഡ്ലി കുര്യൻ എന്നാണ്. ഭാര്യ സൂസി. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ, അവൻ്റെ പേര് കെവിൻ ഗോഡ്ലി എന്നാണ്. അവനിപ്പോൾ US-ലാണ്. അവിടെ സെറാക്യൂസ് എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഒരു പ്രദേശമാണ്. അവന് 4 മക്കളുണ്ട്. അങ്ങനെ അവരവിടെ ദൈവത്തിൻ്റെ ഒരു നല്ല ബലപ്പെട്ട ശുശ്രൂഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, മകള്, അവളുടെ പേര് ലിനറ്റ് ഗോഡ്ലി എന്നാണ്. ഹസ്ബൻഡ് അലക്സി എന്നാണ് പേര്. അവർ ഖത്തറിൽ ഉള്ള ബ്രദറൻ സഭയുടെ കൂട്ടായ്മയിൽ അവരും കർത്താവിന് വളരെ പ്രയോജനമുള്ളവരായി ആ പ്രദേശത്ത് നിലകൊള്ളുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. സാറ് ജനിച്ചു വളർന്നത് ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ്? ഞാൻ ബ്രദറൻ ഗോളത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ തൽപരനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പം മാതാപിതാക്കള് സുവിശേഷ പ്രവർത്തകരായിരുന്നു? എൻ്റെ പിതാവ് സുവിശേഷ തൽപരനായിരിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആദ്യകാലങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം താൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയുള്ള ബന്ധത്തിൽ ഡൽഹിയിലേക്ക്, അത് മറ്റ് പല വടക്കേന്ത്യൻ പ്രദേശങ്ങളിൽ പോവുകയും അവസാനം ഡൽഹിയിൽ വന്ന് സെറ്റിലാകുകയും അവിടെ മലയാളികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ തൊക്കെ ഇടയാകുകയും ചെയ്തു. സഹോദരങ്ങളൊക്കെ സാറിൻ്റെ? എനിക്ക് 5 സഹോദരിമാരാണ് എൻ്റെ മൂത്തതായിട്ടുള്ളത്. അവരെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ്. അവരെല്ലാം വളരെ പ്രായമായി, ചിലർ മരിച്ചുപോയി. ഇപ്പോൾ 2 പേര് മാത്രം ശേഷിക്കുന്നു. അവരൊക്കെയും ഈ ബ്രദറൻ വിശ്വാസത്തിലാണോ? അവർ മിക്കവാറും എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. അതിൽ വിദേശങ്ങളിൽ ഉള്ള ചിലർ എക്സാക്ട്ലി ബ്രദറൻ സഭയിലല്ല എല്ലാവരും ഉള്ളത്. മാതാപിതാക്കളൊക്കെ ഈ ബ്രദറൻ വിശ്വാസത്തിലായിരുന്നോ ജനിച്ചു വളർത്തപ്പെട്ടത്? എൻ്റെ മദർ മാർത്തോമ വിശ്വാസിയായിരുന്നു. എൻ്റെ പിതാവും മാർത്തോമയിൽ നിന്നും ആ കാലഘട്ടത്തിൽ, സൈമൺ സാറിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ വേർപെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു യൗവനക്കാരനായിരുന്നു. അപ്പോൾ സാറും ആ ഒരു പശ്ചാത്തലത്തിൽ ബ്രദറൻ സഭയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആ നിലയിൽ ബ്രദറൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ. സാറിന്റെ ചെറുപ്പകാലം വിദ്യാഭ്യാസമൊക്കെ ഏത് സ്ഥലങ്ങളിലായിരുന്നു? എൻ്റെ മദർ ഒരു ടീച്ചറായിരുന്നു. എൻ്റെ 3-ാം വയസ്സിൽ ഞാൻ ഡൽഹിയിലേക്ക്, എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ആ കാലം മുതൽ 17 വയസ്സുവരെ ഞാൻ ഡൽഹിയിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. 1973 എൻ്റെ പിതാവ് മരിക്കുകയും നാട്ടിൽ വന്ന്, അതിനുശേഷം ഞാൻ ഡൽഹി വിടേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ വന്ന് എൻ്റെ പിന്നീടുള്ള വിദ്യാഭ്യാസം SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കാം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഒരു കാലത്ത് ഇരുന്നതെങ്കിലും MP ജോൺ സാർ എന്ന് പറയുന്ന ദൈവദാസൻ എന്നോട് ഒരു ഏറ്റുമുട്ടൽ താനുമായിട്ടുണ്ടാകുകയും രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ സ്നാനപ്പെടാൻ ഇപ്പോൾ ഉടനെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൻ്റെ തുടർന്നുള്ള ഞാനുമായിട്ടുള്ള ആത്മീക ഏറ്റുമുട്ടലിൽ ഞാൻ എൻ്റെ പോരായ്മ സമ്മതിക്കുകയും കേവലം ഒരു ബ്രദറിന് അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, എന്നാൽ രക്ഷിക്കപ്പെടത്തക്കോണം
ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സ്നാനമേറ്റ് ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ ആനിക്കാട് സഭയിലാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പിന്നീട് ഒരു സുവിശേഷകനാകണം അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താ? അതിനെന്താണ് ഒരു പ്രത്യേക ദൈവവിളി ഉണ്ടായോ? അത് ആരെങ്കിലും ഒരു മുഖാന്തരമാണോ? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ആ കാലഘട്ടത്തിൽ കറുകച്ചാലിൽ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. സത്യനേഷ്യൻ കെ മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള അനേക യൗവനക്കാരായ ചെറുപ്പക്കാരെ കുഞ്ഞോൻ തോട്ടപ്പള്ളി, അതുപോലെ ചാണ്ടപ്പിള്ള, അതുപോലെ കങ്ങഴയിലുള്ള സജി, അങ്ങനെ ആ പ്രദേശത്ത് തന്നെയുള്ള പ്രസാദ്, ചെറിയാൻ മത്തായി അല്ലെങ്കിൽ രാജു മരിച്ചുപോയി, അങ്ങനെയുള്ള അന്നത്തെ ദൈവദാസന്മാരുടെ ഒരു കൂട്ടായ്മ കറുകച്ചാലി വെച്ചുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ എനിക്കും ഭാഗവാക്കാകുകയും ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് അവസരം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഒരു സുവിശേഷനാകണം എന്നൊരു താല്പര്യം തോന്നി. ആകാൻ അങ്ങനെയുള്ള ഉദ്ദേശം എനിക്കില്ലായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരിയുടെ നിർബന്ധപ്രകാരം ഇവിടെയുള്ള അന്നത്തെ കൂട്ടായ്മ ഉള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ എനിക്ക് കുവൈറ്റിലേക്കുള്ള വിസ കോൾ ഉണ്ടായി. നിർബന്ധമായിട്ട് കുവൈറ്റിൽ ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കുവൈറ്റിലായിരിക്കുന്ന സമയത്ത് അത്ഭുതകരമായി എനിക്ക് അവിടെ വെച്ച് തന്നെ ഒരു ദൈവവചന പഠനത്തിലുള്ള അവസരമുണ്ടായി. അത് സറാം കുപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ്, ടാസ്റ്റി എന്ന് പറയും, ദ അസോസിയേഷൻ ഫോർ തിയോളജിക്കൽ സ്റ്റഡീസ് ബൈ എക്സ്റ്റൻഷൻ. അത് ദൈവം എനിക്ക് തന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ ഭൗതികമായിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തുന്നതിന് ഉപരിയായി അതുമാത്രമല്ല ആത്മീയമായിട്ട് വളരാനും ദൈവവചനം അവിടെ ഒരു വിദേശത്ത് പരദേശിയായിരിക്കെ ദൈവവചനം പഠിക്കാനും എനിക്ക് അവസരം കിട്ടിയെന്ന് പറയുന്നത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വലിയൊരു ഉപകാരമാണ്. അങ്ങനെ തിയോളജി പരമായ വിദ്യാഭ്യാസം നേടി. അങ്ങനെ അടിസ്ഥാനമായ ദൈവവചനത്തിൻ്റെ പഠനം അവിടെ വെച്ച് ആരംഭിക്കാനിട വന്നു. അപ്പം സാർ ഈ സുവിശേഷ പ്രവർത്തന മേഖലയിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനമാണോ അതോ നിരുത്സാഹമാണോ ഉണ്ടായിരുന്നത്? സുവിശേഷ വേലയോടുള്ള താല്പര്യം അങ്ങനെ പ്രാരംഭ ദശയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും വചനം പഠിച്ചപ്പോൾ ഒരു ലളിതമായ ആഗ്രഹമായിരുന്നു നാട്ടിൽ വന്ന് അധികം നാൾ ഇനിയും ഗൾഫിൽ ചെലവഴിക്കേണ്ട, നാട്ടിൽ വരണമെന്നും എൻ്റെ കുടുംബത്തോടൊത്ത് ഇവിടെ കുടുംബജീവിതം നയിച്ച് ഇവിടെയുള്ള സ്ഥലം സഭയുള്ള ബന്ധത്തിൽ എളിയ തോതിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് മാത്രം ഒരാഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ പ്രദേശത്ത് 1988 ആനിക്കാട്ടിലേക്ക് വരികയും ഇവിടെയുള്ള സഭാ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും കേവലം എനിക്ക് 32 വയസ്സുള്ളപ്പോൾ തന്നെ ഏകദേശം 6 വർഷത്തിന് ശേഷം ഗൾഫ് രാജ്യത്തിൻ്റെ ജോലി അവസാനിപ്പിച്ച് കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് തൽപരനായി. ആരംഭം സൺഡേ സ്കൂൾ എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നീട് സാർ ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അതായത് സുവിശേഷകനായി സഭാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? സഭാ ചാർജ് ഉണ്ടായിരുന്നോ? അതങ്ങനെയല്ല. ഈ എളിയ തോതിൽ എന്ന് പറഞ്ഞാൽ 32-ാം വയസ്സെന്ന് പറയുന്ന വളരെ ചെറിയ പ്രായം, അതോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും ദൈവദാസന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ പ്രബലരായിരുന്ന ദൈവദാസന്മാരാണ് കുഞ്ഞോൻ തോട്ടപ്പള്ളി, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യൻ, അങ്ങനെയുള്ള ദൈവദാസന്മാരും. പിന്നെ മലബാറിൻ്റെ പ്രദേശത്തിലേക്ക് അവരുടെ കൂടെ പോകുവാനും സഞ്ചരിക്കുവാനും എങ്ങനെ സഭകളിൽ ദൈവവചനം പഠിപ്പിക്കാം എന്നുള്ളത് അവരിൽ നിന്നൊക്കെ ഞാൻ പഠിക്കാൻ തൊക്കെ ഇടവന്നു. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആ ദൈവദാസന്മാർ ലഭിക്കുകയും തുടർന്ന് പൗലോസ് തുടിയൻ്റെ ഒക്കെ ബന്ധത്തിൽ അവിടെയുള്ള പ്രദേശങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാൻ തക്കൊണ്ട് എനിക്ക് അവസരമുണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ കേരളത്തിൽ വിവിധ മേഖലകളിൽ സാറ് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് ഞാൻ സുവിശേഷൻ ബാലസംഘത്തിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ജനറൽ ട്രഷററായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുകയും ആ കാലഘട്ടത്തിൽ ആണ് എനിക്ക് വാളകത്ത് വെച്ചിരുന്ന ക്യാമ്പിൽ നമുക്കൊരു ക്യാമ്പ് സൈറ്റ് വേണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരോട് പ്രകടിപ്പിക്കുകയും ആ നിലയിൽ ആ ക്യാമ്പ് സൈറ്റിൻ്റെ താല്പര്യം കമ്മിറ്റിയിൽ അന്ന് തന്നെ അറിയിക്കുകയും അന്ന് എം ഇ ചെറിയാൻ സാറ് കർത്താവിൻ്റെ വലിയൊരു ദാസൻ ജീവനോടിരിക്കുന്ന സമയമായിരുന്നു. വാളകത്ത് വെച്ചാണ് ബ്രദറൻ സഭയുടെ അല്ലെങ്കിൽ ബാലസംഘത്തിന് വേണ്ടി ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യം ഹൃദയത്തിലുണ്ടാകുകയും അതിന് ആരംഭം കുറിക്കുകയും ചെയ്തത്. അങ്ങനെ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഈ ബാലസംഘത്തെ കുറിച്ചൊന്ന് പറയാമോ? എന്താണത്?
എന്നുള്ളത്? സുവിശേഷൻ ബാലസംഘം എന്ന് പറയുന്നത് ബ്രദറൻ സഭയിലെ കുഞ്ഞുങ്ങളുടെ ആത്മീക ഉന്നമനത്തിന് വേണ്ടി എം.ഇ. ചെറിയാൻ സാറും അതുപോലെ ആ കാലഘട്ടത്തിലെ മറ്റ് ദൈവദാസന്മാരൊക്കെ കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് സുവിശേഷൻ ബാലസംഘം എന്ന് പറയുന്നത്. അത് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയിലും കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനും അവരെ വളർത്തിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതിൽ കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പം എത്ര വർഷമായി സാറ് സുവിശേഷ വേല ചെയ്യുന്നു? ഇപ്പം ഏകദേശം 37 വർഷമായി കർത്താവിൻ്റെ വയലിലാണ്. ഈ 37 വർഷങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ചുള്ളത്? സുവിശേഷകനായി പ്രവർത്തിച്ചു, അതുപോലെ മറ്റ് പല സംഘാടകനായി പ്രവർത്തിച്ചു, പുസ്തകം എഴുതുക, അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് സാറ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഞാൻ പ്രധാനമായിട്ടും ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ മലബാറിൻ്റെ പ്രദേശങ്ങളിലും നെയ്യാറ്റിങ്കര പ്രദേശങ്ങളിലും ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ആരംഭത്തിൽ വന്ന കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ കുന്നംകുളത്തുള്ള നാഗൽ മിഷൻ, നാഗൽ മെമ്മോറിയൽ ബൈബിൾ സ്കൂളിൽ അവിടെ തോമസ് കെ ഡേവിഡ് അല്ലെങ്കിൽ ഞങ്ങൾ ബാബു എന്ന് വിളിക്കുന്ന ആ സഹോദരൻ്റെ നേതൃത്വത്തിലുള്ള ബൈബിൾ സ്കൂളിൽ ചില വർഷങ്ങൾ പഠിപ്പിക്കാൻ കൊണ്ടിടയായി. സാറേ, ബൈബിൾ പഠിപ്പിക്കുകയാണ് സാറിൻ്റെ പ്രധാന കർത്തവ്യം അല്ലെങ്കിൽ കൂടുതലായി ചെയ്തതെന്ന് പറഞ്ഞു. ഏതൊക്കെ ബൈബിൾ കോളേജുകളിലാണ് സാറ് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഏതൊക്കെ മേഖലകളിലാണ് സാർ? ഞാൻ പ്രധാനമായിട്ട് അവസരം കിട്ടിയത് നാഗൽ മെമ്മോറിയൽ ബൈബിൾ സ്കൂൾ കുന്നംകുളം, അവിടെ തോമസ് കെ ഡേവിഡ് അല്ലെങ്കിൽ ബാബു എന്ന് പറയുന്ന ദൈവദാസൻ്റെ ആ ബൈബിൾ സ്കൂളിലാണ് പഠിപ്പിക്കൽ ആരംഭിച്ചത്. അതിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സ്വർഗരാജ്യം എന്നുള്ള വിഷയമാണ്. അത് മത്തായിയുടെ സുവിശേഷമായിരുന്നു പ്രധാനമായിട്ടും ആസ്പദമാക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനെക്കുറിച്ചൊരു അറിവ് കൊടുക്കുക. കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്, യേശു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്താണ്, അവൻ്റെ മനസ്സും മനോഭാവം, അവൻ്റെ ക്രൂശിലേക്കുള്ള യാത്ര, അതൊക്കെയും ദൈവം തീരുമാനിച്ച തക്ക സമയത്ത് ചെയ്തു എന്നുള്ള ആ ആശയങ്ങളൊക്കെ വളരെയധികം എന്നെ സ്വാധീനിച്ച ഒരു വിഷയമാണ്. അത് അനേക സ്ഥലങ്ങളിൽ അനേകരെ അത് പഠിപ്പിക്കാനും മറ്റെന്ത് പ്രസംഗത്തെക്കാളും കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതിൻ്റെ പ്രധാന വിഷയമാക്കി തീർക്കുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ദൗത്യം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ബൈബിൾ പഠിപ്പിക്കുകയാണ് സാറിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു. പിന്നീട് ഏതൊക്കെ മേഖലകളിലാണ് സാറ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള കൺവെൻഷൻ സ്റ്റേജുകളിൽ കൺവെൻഷൻ സ്റ്റേജുകളല്ല എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എനിക്ക് ചെറിയ ചെറിയ കൂട്ടങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അവിടെ ഇവിടെയായി കൺവെൻഷനിൽ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെയും പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അല്ലാതെ ഒരു സ്ഥിരമായ ഒരു കൺവെൻഷൻ പ്രാസംഗികനായിട്ട് ഞാൻ ഇതുവരെയും അങ്ങനെ ആയിട്ടില്ല. എൻ്റെ കൃപാവരം ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തിപരമായി കർത്താവിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഇന്നുവരെയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഫുൾ ടൈം ഒരു സുവിശേഷ പ്രവർത്തനമാണോ അതോ പാർട്ട് ടൈം ആയിട്ടാണോ, ജോലിയോടുള്ള ബന്ധത്തിലാണോ സുവിശേഷ വേല ചെയ്തിരുന്നത്? ഞാൻ 37 വർഷമായിട്ട് ഞാൻ സ്വന്തമായ നിലയിൽ കർത്താവിൻ്റെ വേല ഉപേക്ഷിച്ച് സ്വയമായ ഒരു തൊഴിലിന് ഞാൻ പോയിട്ടില്ല. എന്നാൽ എൻ്റെ ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിൽ പല ജോലിക്കാർ എനിക്ക് വേണ്ടി തൊഴിലുകൾ ചെയ്ത് എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിലൊന്നും ഇൻവോൾവ് ചെയ്യാനായിട്ട് പോയിട്ടില്ല. കാരണം പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയാണ് എനിക്ക് താല്പര്യമായിരിക്കുന്നത്. ആ നിലയിൽ അങ്ങനെ ഇന്നുവരെയും ചെയ്തു പോരുന്നു. ഓക്കെ, സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? പൊതുവേ നമുക്കൊക്കെ ഒരു റോൾ മോഡൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ സാറിൻ്റെ ആ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മേഖലകളിൽ സാറിനെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഞാൻ ജോലി വിട്ട് നാട്ടിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും എൻ്റെ കൂടെ സഹകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കുഞ്ഞോൻ തോട്ടപ്പള്ളി. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ ജോലി വിടാൻ തക്കവണ്ണം മുഖാന്തരമായതിനൊരു കാരണം കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യൻ്റെ ആ പ്രസംഗം താൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും നാട്ടിലേക്ക് വരാനുള്ള ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ നാട്ടിൽ വരികയും ചെയ്തു. താൻ പറഞ്ഞ ഒരു വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഓർക്കുകയാണ്, ആകാശത്തെ പറവകൾ നോക്കി അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരിയിൽ കൂട്ടിവെക്കുന്നുമില്ല, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ പുലർത്തുന്നെങ്കിൽ അവയെ പുലർത്തുന്നെങ്കിൽ നിങ്ങൾ അവയേക്കാൾ എത്രയോ വിശേഷതയുള്ളവയാണ്. അതുകൊണ്ട് ആ ഒരു വാക്യം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയൊരു ഉറപ്പും ധൈര്യവും ഇന്ന് വരെയും ഈ 37 വർഷമായിട്ട് 5 വർഷം ഗൾഫിൽ ജോലി ചെയ്ത്
ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോ ഒന്നെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നാൽ അവിടുത്തെ സമ്പാദ്യമെല്ലാം വചനം പഠിച്ച ഡയറികൾ അത് എഴുതി അതിനകത്ത് മുഴുവൻ നിറച്ച് അനേക ഡയറികളുമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോരുന്നത്. എന്നാൽ എത്രയോ വലിയ നേട്ടമാണ് ഈ 37 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഗൾഫിൽ നിന്നാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്താലോ സാധ്യമാകാത്ത വലിയ കാര്യമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കി തന്നത്. അതായത് ഈ 37 വർഷത്തെ ഒരു ജീവിതാനുഭവം എടുത്തു നോക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി വഴി നടത്തി എന്നുള്ള അനേക സാക്ഷ്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. ഓരോ ദിവസവും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ നിലയിൽ എത്തുവാൻ, എൻ്റെ ഭൗതിക ആവശ്യങ്ങളൊക്കെയും നിറവേറ്റുവാനും എൻ്റെ മക്കൾ ഈ നിലയിൽ എത്തുവാനും തക്കവണ്ണം ഞാൻ സാമ്പത്തികമായിട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ മുടക്കാതെ തന്നെ മക്കളൊക്കെയും ചിന്തിക്കാത്ത നിലയിൽ ആ ഒരു സാഹചര്യത്തിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. മക്കൾക്ക് കാര്യമായ ഡൊണേഷനോ പണമൊന്നും ഉണ്ടാക്കിയല്ല അവരെ വിദേശത്ത് അയക്കുകയോ അല്ലെ അവരെ പഠിപ്പിക്കുകയോ ചെയ്തത്. വളരെ ലളിതമായ നിലയിലാണ്. പക്ഷെ ദൈവം അവരെ ഉയർത്തി അവർ കർത്താവിന് പ്രയോജനകരമായ രീതിയിൽ മോള് ഖത്തറിലും അതുപോലെ തന്നെ മകൻ അമേരിക്കയുടെ പ്രദേശത്തും വളരെയധികം ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 37 വർഷത്തെ ജീവിതാനുഭവങ്ങളിൽ എടുത്തു പറയത്തക്ക, അതായത് ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി, അല്ലെങ്കിൽ ചില അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭവം, നമ്മളതിന് പറയാം അൺഫോർഗറ്റബിൾ തിങ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ മറക്കാനാവാത്ത ചില സംഭവങ്ങൾ ദൈവം നേരിട്ട് പിടിപ്പിച്ചു അത്ഭുതകരമായി നടത്തി എന്ന് പറയത്തക്ക രീതിയിലുള്ള 1-2 സന്ദർഭങ്ങളൊന്ന് പറയാം. അങ്ങനെയുള്ള അനേക സന്ദർഭങ്ങൾ അത്ഭുതകരമായ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതൊന്നും വിചാരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എൻ്റെ യാത്രാമധ്യയും എനിക്കുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് എത്രയോ അത്ഭുതകരമായിട്ടാണെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഒരിക്കൽ ഞാൻ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് എൻ്റെ മകനുമായിട്ട്. അപ്പോൾ ഞാൻ കണ്ടു ഒരാൾ എൻ്റെ പുറകെ വന്നിട്ട് പറയണം പുറകിലത്തെ വീല് പഞ്ചറാണെന്ന് പറഞ്ഞു. മണി 7 മണിയായി, 12 മണിക്ക് ഫ്ലൈറ്റ് പോവുകയാണ്, ഞങ്ങൾ അവിടെ എത്തണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ വണ്ടിയുടെ പുറകിലത്തെ വീല് പഞ്ചറാണ്. 7 മണിക്ക് രാത്രിയിൽ ഇത് ശരിയാക്കാനോ പിടിക്കാനോ ഒന്നും ഒരു സാധ്യതയില്ലാത്തപ്പം ഞാൻ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ തന്നെ പറഞ്ഞു നിങ്ങൾ മാറ് ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞ് താനൊരു ദൈവദൂതനെ പോലെ ഈ വീലഴിച്ച് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി തന്നു. പിന്നെ അങ്ങനെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അപ്പം അത്ഭുതകരമായ ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാഹനം ഒരിക്കൽ ഒരു കനാലിൽ വീണ് നിന്നപ്പോൾ അതും ഞാൻ ഒരു നിവൃത്തിയില്ല, പല ജോലിക്കാരും വന്ന് തള്ളി നോക്കിയിട്ടൊന്നും അത് കയറിയില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ മേളിലേക്ക് നോക്കി ദൈവത്തോട്, ദൈവം നീ എങ്ങനെ ഈ കാര്യത്തിൽ എനിക്കൊരു വിടുതൽ തരുമെന്ന് നോക്കിയപ്പോൾ നിമിഷ നേരം കൊണ്ട് ഒരാൾ ജീപ്പിൽ വന്ന് വണ്ടിയുടെ മുന്നേ നിർത്തി. അങ്ങേര് പറയും എന്ത് പറ്റി? ഞാൻ പറയും വീല് ഈ കുഴിക്കകത്ത് വീണ് കിടക്കുക. അങ്ങേര് ആ ജീപ്പിൻ്റെ പുറകിൽ നിന്നൊരു വടമെടുത്ത് എൻ്റെ വണ്ടിയുടെ മുന്നിൽ കെട്ടിയിട്ട് എന്നാ ഒരു ചെറിയൊരു തള്ളിയാൽ മതിയെന്നും പറഞ്ഞ് ഇങ്ങേര് ആ വണ്ടി എടുക്കുകയും എൻ്റെ വണ്ടി ഒരു ചെറിയ തള്ളിൽ വെളിയിലാകുകയും അങ്ങനെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. ദൈവം എത്രയോ അത്ഭുതകരമായിട്ടാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടതെന്ന് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളാണ് വേറെ അത്ഭുതങ്ങൾ. അതൊന്നും എനിക്ക് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. വലിയ വലിയ കാര്യങ്ങൾ സാധിപ്പാൻ തക്കവണ്ണം ദൈവം അത്ഭുതകരമായ വഴിയിലൂടെയാണ് എനിക്ക് സാമ്പത്തിക സഹായം തന്നത്. ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഒരു അഭ്യർത്ഥന എനിക്ക് വേണ്ടി അയച്ചിട്ടില്ല. ആരോടും പണം ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ ഒരാവശ്യങ്ങൾക്കും ഈ 37 വർഷത്തിനിടയിൽ ഒരാവശ്യങ്ങൾക്കും. പക്ഷേ എൻ്റെ ആവശ്യങ്ങളൊക്കെ എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം നിറവേറ്റിയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായ കാര്യങ്ങൾ അതൊക്കെ. ഓക്കെ, സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഈ പുതുതായിട്ടുള്ള വിശ്വാസികളോടും അതുപോലെ പുതിയ സുവിശേഷ പ്രവർത്തകരോടും എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എനിക്ക് പ്രധാനമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വേല കർത്താവാണ് ചെയ്യുന്നെങ്കിൽ നാം ഒരിക്കലും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കരുത്. അത് കർത്താവ് ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ പട്ടിണി കിടന്നാലും ദൈവം നിന്നെ അത്ഭുതകരമായി പുലർത്തുന്നത് കാണാനൊരവസരം, അങ്ങനെ ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഇന്ന് ധാരാളം അഭ്യർത്ഥനകളുടെ കാലമാണ്. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവമകനെ സംബന്ധിച്ച് ഒരു വീട് പണിയാനായിട്ട് കാശില്ലെങ്കിൽ അത് വേണ്ടാതെ തന്നെ വെക്കുക, പണിയുന്നില്ല എന്ന് തന്നെ വെക്കുന്നതാണ് നല്ലത്. ദൈവം തരാൻ സാധ്യം. നിനക്ക് വേണ്ട എന്ത് തിന്നും എന്തും കുടിക്കും എന്ത് ഉടുക്കും എന്നുള്ളത്
അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരോടും അഭ്യർത്ഥിക്കുവാൻ കൊണ്ട് ഇന്നേ വരെ ഇടവന്നിട്ടില്ല ഈ 37 വർഷക്കാലം. ഓക്കെ, സാറിൻ്റെ കുടുംബം, അതായത് മാഡം, ഈ സുവിശേഷ വേലയിൽ എത്രത്തോളം സപ്പോർട്ടാണ്? ഓരോ കുടുംബവും വിജയിക്കുന്നതിന് കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ ഭവനത്തിലുള്ള പങ്കാളികളുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സാറിൻ്റെ ഈ ജീവിതത്തിൽ മാഡത്തിൻ്റെ ഒരു സുവിശേഷ വേലയിലുള്ള ഒരു സംഭാവനകൾ എന്താണ്, ഒരു പ്രോത്സാഹനം എന്താണ്? എൻ്റെ ആത്മീയ പ്രവർത്തനം ആരംഭിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ 32-ാം വയസ്സിൽ ജോലി വിട്ട് നാട്ടിൽ വന്നപ്പോൾ അല്പം ആശങ്കയുണ്ടായി, എങ്ങനെ പിള്ളേരുടെ പഠിത്തം നടക്കും, പിള്ളേർക്ക് വളരെ പ്രായക്കുറവാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ചെറിയ തോതിലുള്ള നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നടക്കാൻ തക്കവണ്ണം കർത്താവ് ഓരോ ദിവസവും അത്ഭുതമായി നടത്തി. മാത്രമല്ല, തുടർന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തനത്തിലും എനിക്ക് തക്കതായ നിലയിൽ എൻ്റെ താല്പര്യങ്ങൾക്ക് ഒരിക്കലും മറുതലിക്കാതെ പൂർണ്ണമായ സഹായം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് അനേക മീറ്റിങ്ങുകൾ വീട്ടിൽ നടക്കാറുണ്ട്, അതിനെല്ലാം ഭക്ഷണം പാകം ചെയ്യുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ യൂത്തിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുകയും പുള്ളിക്കാരത്തി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ വലിയ മീൻ മേടിച്ചത് വെട്ടി കറി വെച്ച് അനേക ദൈവദാസന്മാരെ അന്ന് തീറ്റിപ്പോറ്റിയ സംഭവങ്ങളൊക്കെ ചെറുതല്ല. ഒരുപക്ഷെ അത് കഴിഞ്ഞാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ ദൈവം മറന്നു കളയാൻ തക്കോണം അവൻ അനീതിയുള്ളവനല്ല. അതിനുശേഷം വന്ന ശേഷവും മിക്ക സമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ മീറ്റിംഗ് ഉണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവർക്കൊക്കെ ആഹാരം കൊടുക്കാറുണ്ട്. ഈ കാലഘട്ടം വരെയും ഇപ്പോൾ മൈ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. സഭകളിൽ പഠിക്കാൻ അവസരം കിട്ടാത്ത ദൈവ മക്കൾക്ക് പഠിക്കാനുള്ളൊരു ഒരു പ്രചോദനമാകേണ്ടതിന് ഞാനിപ്പോൾ എല്ലാ മാസവും രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ദിവസം അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കുമായിട്ട് ഒരു ക്ലാസ് നടത്താൻ പല സ്ഥലങ്ങളിൽ ആരംഭിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഈ 25-ാം തീയതി നവംബർ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച മൈ ബൈബിൾ സ്റ്റഡിയുടെ കോഴ്സ് ഇവിടെ നടക്കുന്നതായിരിക്കും. അന്ന് വരുന്ന ഏകദേശം 10-15 പേർക്ക് ആഹാരം ഞങ്ങൾ പാകം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എപ്പോഴെല്ലാം നടന്നാലും ആ നിലയിലുള്ള പങ്കാളിത്തം എൻ്റെ ഭാര്യയ്ക്ക് ഒരു മടിയും കൂടാതെ ഇത്രയും വർഷങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു നന്മ ഭൗതികമായിട്ടും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടതിനുള്ള യാതൊരു സംശയമില്ല. സാറേ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സുവിശേഷം മറ്റുള്ളവർക്ക് ഉള്ളോട് പങ്കുവെക്കണം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഇന്നത്തെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ പഠിപ്പിക്കാൻ കൊള്ളാവുന്ന വേറൊരു വ്യക്തിയുമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. പലരും അവരുടെ പ്രവാചകന്മാരെക്കുറിച്ച് വലിയ ഉത്തമമായ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും യേശുക്രിസ്തു ആരാണെന്നുള്ളതിൻ്റെ വാസ്തവമായ വസ്തുത ലോകത്തിൽ ക്രൈസ്തവർക്ക് പോലും അറിയില്ല. ഈവൻ പത്രോസിനും കൂട്ടർക്ക് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആദ്യം അവരോട് ചോദിക്കുന്നത്, ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, പലതും എന്നെക്കുറിച്ച് പറയാറുണ്ട്. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിത് പറയുന്നത് നിൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തു ദൈവത്തിലാണെന്ന് പറയുന്നത്. അത് എങ്ങനെ അത് സാധ്യമായെന്ന് ചോദിച്ചാൽ, ആ ചോദ്യത്തിലേക്ക് വരണമെങ്കിൽ ഇവരെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തിട്ട് പോലും അവർക്ക് യേശുക്രിസ്തു ആരാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 2 പടകയാത്ര ഒരു വലിയ പാഠമാണ്. കാരണം കർത്താവ് യേശുക്രിസ്തു ആദ്യത്തെ പടകയാത്ര 8-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പടകിൽ കയറിയപ്പോൾ ഇവർ കൂടെ പോകുന്നു എന്നാണ്. കർത്താവ് എതിരൊന്നും പറയില്ല, കൂടെ പോകുന്നു. കർത്താവ് വിളിച്ചതായിട്ട് കാണുന്നില്ല.
എങ്കിലും കൂടെ പോകുന്നവരെ കർത്താവ് നിഷേധിച്ചില്ല. കൂടെ പോരുന്ന കൂട്ടത്തിൽ കർത്താവ് ചില പാഠം പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് വലിയ കാറ്റും കോളും ഉണ്ടാകുന്നത്. അവർ നോക്കിയപ്പോൾ കർത്താവ് ഉറങ്ങുകയാണ്. കാറ്റും കോളും ഉണ്ടായി പടക് പൊങ്ങിയാലേ കർത്താവ് രക്ഷപ്പെടും. തനിക്ക് ചില അത്ഭുതങ്ങളും അടയാളവും ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണ്. അപ്പോഴും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കാറ്റും കടലിനെ ശാസിച്ച ശേഷം അവർ പറയുന്നത്, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്നാണ്. ഇവൻ എങ്ങനെയുള്ളവൻ, മനുഷ്യർക്കും ഇങ്ങനെയുള്ള കഴിവ് കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു യഹൂദനെ സംബന്ധിച്ച് യേശുക്രിസ്തു എന്ന് പറയുന്നത് അവർക്ക് ആരാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്നവർ എങ്ങനെ യേശു ഒരു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും നേരിട്ട് പറഞ്ഞില്ല ഞാൻ ദൈവമാണെന്നും എന്നെ ആരാധിക്കണമെന്നും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ശിഷ്യന്മാർ അന്നേരം കല്ലെറിഞ്ഞു കൊന്നേനെ. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞില്ല. പിന്നെ അനുഭവങ്ങളുടെ പാഠത്തിലൂടെ പഠിപ്പിച്ചു. രണ്ടാമത്തെ ബോട്ട് ജേർണി അല്ലെങ്കിൽ രണ്ടാമത്തെ പടകയാത്രയിൽ കർത്താവ് അവരെ തനിച്ചയക്കുകയും താൻ പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്തു. ആ തനിച്ചയക്കുന്ന കൂട്ടത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, കാറ്റും കടലും വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവിടെ കർത്താവ് പാഠം പഠിപ്പിക്കുകയാണ്. എന്താണ്? അവൻ 1-ാം യാമത്തിൽ വന്നില്ല, 2-ാം യാമത്തിലും 3-ാം യാമത്തിലും വന്നില്ല. 4-ാം യാമത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ സംഭവിച്ചത്? കർത്താവ് കടലിന്മേൽ നടന്നു വന്നു. മനുഷ്യൻ്റെ കഴിവുകളൊക്കെ അസ്തമിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അപ്പോഴാണ് അംഗീകരിക്കുന്നത്. അവൻ പടകിൽ കയറി കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ശിഷ്യന്മാരുടെ പ്രതികരണം 14-ാം അധ്യായം 33-ാം വാക്യത്തിൽ കാണുന്നത് ഇവൻ ദൈവപുത്രൻ സത്യമെന്നാണ്. ഇവൻ ദൈവപുത്രൻ സത്യം. അവരംഗീകരിച്ചു. യേശുക്രിസ്തു പറഞ്ഞില്ല ഞാൻ ദൈവമാണെന്ന്. പക്ഷേ അത്ഭുതകരമായ കർത്താവിൻ്റെ പഠിപ്പിക്കൽ മൂലം അവർ സമ്മതിക്കേണ്ടി വന്നു യേശുക്രിസ്തു ദൈവപുത്രനാണ്. ഈ നാളുകളിലും നമ്മുടെ വാചകം കൊണ്ടോ നമ്മളുടെ ഡിബേറ്റ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ആരെയും അംഗീകരിക്കാൻ പറ്റത്തില്ല. കൺവെൻഷനുകളിൽ എത്ര കണ്ടക്ഷോഭം ചെയ്താലും ആരും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരണമെന്നില്ല. ദൈവം ആകർഷിക്കാതെ, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. അതുകൊണ്ട് ഇന്ന് എത്ര മൈക്ക് സെറ്റ് മേടിച്ചാലും എത്രമാത്രം ലീഫ്ലെറ്റ് അടിച്ചാലും പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞാടുകളെ ലഭിക്കാൻ തക്കോണം പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. എന്നാൽ നാം കൊയ്ത്തിൻ്റെ യജമാനനോട് നാം പ്രാർത്ഥിക്കുകയും ദൈവം അത്ഭുതമായി നിങ്ങൾക്ക് വിളവ് തരികയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി കേവലം പ്രസംഗമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ അനേക ഭവനങ്ങളിലുമായിട്ട് ബന്ധം ഉണ്ടാകുകയും അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അനേകർ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ആത്മീയ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒരു സഭ കൂടിവരിലേക്ക് ചേർക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, എന്നാൽ അവരെ കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർത്തുക എന്നുള്ളതാണ്. എനിക്ക് പൊതുജനങ്ങളുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ഞാനിപ്പോഴും ഒരു സ്പോർട്സ്മാനാണ്, ഞാനിപ്പോഴും കളിക്കും. അനേകർ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ട്. അവരുമായിട്ടൊക്കെ അവസരം കിട്ടുമ്പോൾ ഷെയർ ചെയ്യും. നിർബന്ധമായ പരിവർത്തനമല്ല, എന്നാൽ കർത്താവിനെ ഷെയർ ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ മാതൃകകൾ അവർ കാണുകയും ചെയ്യും. ചെറുപ്രായം വരെ കളിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ചെറുപ്പക്കാരുടെ ഭവനങ്ങളിലൊക്കെ മരണം നടക്കുമ്പോഴും ഞാൻ ഏത് സഭക്കാരനാണെന്ന് ചിന്തിക്കാതെ എന്നെ വിളിച്ചു വരുത്തി അവർ പ്രസംഗിക്കാൻ കൊണ്ട് ആഹ്വാനം ചെയ്യാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഒരു കൺവെൻഷൻ്റെ ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ എല്ലാ മരണ വീടുകളിലും എല്ലാ പ്രത്യേകമായ സന്ദർഭങ്ങളിലും ദൈവവചനം പ്രസംഗിക്കാനും യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും എനിക്ക് അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങളും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം. കാരണം യേശുവിനെ പോലെ മാതൃകയാക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിത്വം കാണാൻ കഴിയില്ല എന്നാണ് സാറ് അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ? ഞാൻ പഠിച്ചതനുസരിച്ച് അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും കർത്താവിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ചും സുവിശേഷങ്ങളിലൂടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ് കൂടുതൽ പഠിക്കുകയും വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ ഒരുപാട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു വളർച്ച ന്യൂ ജനറേഷൻ യഥാർത്ഥമായിട്ടുള്ളൊരു ബൈബിൾ ടീച്ചിങ് അവർ കൊടുക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ വളരുന്നതുകൊണ്ട് മറ്റുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സഭകൾക്ക്
നമ്മൾ പറഞ്ഞ പാരമ്പര്യ സഭകൾക്ക്, പാരമ്പര്യ പെന്തക്കോസ്റ്റൽ ബ്രദറൻ സഭകൾക്കൊക്കെ എന്നൊക്കെ ആളുകളൊക്കെയും പലപ്പോഴും ഈ ന്യൂജൻ സഭകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്താണ് സാറിന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? പലരും പുതുമകളിൽ ആശ്രയിക്കുന്നവരാണ്. കാരണം ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ആളുകൾ ദൈവവചനം പഠിച്ച് ആഴമേറിയ ഒരു സത്യത്തിൻ്റെ ഉടമകളാകാത്തത് കൊണ്ട് ഈ വെട്ടം കാണുന്നിടത്തോട് ഈ ചില പൂച്ചകൾ ഓടിയെത്തുന്ന പോലെയുള്ള കേവലം ഒരു ബാഹ്യമായ ഉപരിപ്ലവം മാത്രമാണുള്ളത്. അല്ലാതെ അതിനകത്ത് ആന്തരികമായ ഒരു മാറ്റം, അനുഭവത്തിൻ്റെ, കർത്താവിനെ ആസ്വദിച്ചിട്ടുള്ള ഒരനുഭവവും കർത്താവുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും സമർപ്പണത്തേക്കാൾ കൂടുതൽ വൈകാരികമായ ചില ഫീലിങ്സും ചില ബന്ധങ്ങളുമാണ് അതിനെ കൂടുതലായിട്ട് ഇന്ന് വളർത്തിയെടുക്കുന്നത്. ഓക്കെ, ഒരു സുവിശേഷകൻ എങ്ങനെയായിരിക്കണം? ഒരു സുവിശേഷകൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? കർത്താവിനെ കണ്ടുമുട്ടി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അവനൊക്കെ ഏതൊക്കെ മേഖലകളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്രയും നാളത്തെ 37 വർഷത്തെ സാറിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖല അവൻ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ ഒരു നല്ല സുവിശേഷകനായിരിക്കേണ്ട യോഗ്യത എന്തൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ കർത്താവിനെ പഠിച്ചാൽ മതി. ആ കാര്യത്തിൽ എൻ്റെ ജീവിതം ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഒരു സുവിശേഷകനാണെന്നുള്ളൊരു വേഷം കെട്ട് പാടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു സുവിശേഷകനോ ഉപദേശിയോ പാസ്റ്ററോ ആണെന്നുള്ള എൻ്റെ വസ്ത്രധാരണത്തിൽ നിന്നോ എൻ്റെ സംസാര ഭാഷയിൽ നിന്നോ മറ്റുള്ളവർക്ക് തോന്നാൻ പാടില്ല. സാധാരണക്കാരൻ ഒരുവനായി ഞാനും അവരെ പോലെ ഒരാളാണെന്ന് മാത്രമേ തോന്നാവൂ. ആ നിലയിൽ അവർക്ക് എന്നോട് അടുത്തു വരാനും എന്നോട് സഹകരിക്കാനും എൻ്റെ സ്വഭാവത്തിൽ കാണുന്ന വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് അവർ തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കാനും ഇടവരുത്തണമെന്നുള്ളതാണ് എൻ്റെ രീതികൾ. അപ്പോൾ പൊതുവെ യുവ സുവിശേഷകരോട് സാറിന് കൊടുക്കാനുള്ളൊരു സന്ദേശം അതാണ്. യുവ സുവിശേഷകന്മാർ, ഞാൻ പറഞ്ഞതുപോലെ, കർത്താവല്ലാതെ വേറൊരു മാതൃകയില്ല. അവൻ പാപികളോട് തിന്നുകുടിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ മതപുരോഹിതന്മാർക്കും അന്നത്തെ മതത്തിൻ്റെതായ ഭാരങ്ങളും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്ന് പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. എൻ്റെ നുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എൻ്റെ നുഖം മൃദുവും ചുമട് ലഘുവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മതത്തിൻ്റെതായ ചട്ടക്കൂടും ആചാരങ്ങളും ഇന്നത്തെ തലമുറ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രമായി കർത്താവിനോടുകൂടെ ഒരു ചട്ടവുമില്ലാതെ കർത്താവിനോടുകൂടെ നടക്കുന്ന ഒരു മനസ്സുണ്ടാകണം. കർത്താവിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും ഒരു പ്രത്യേകമായ ഒരു മതത്തിൻ്റെ ഭാഗമായി തീരാതെ സ്വതന്ത്രമായി ചിന്തിക്കുകയും മറ്റുള്ളവരുമായിട്ട് അടുക്കുന്നതിൽ ഒരു പ്രയാസം തോന്നാത്ത വിധത്തിൽ അവർക്കും നമ്മളോട് സഹകരിക്കുന്നതിനൊരു മടിയില്ലാത്ത വിധത്തിലും വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയാനായിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു 30 വർഷം മുമ്പുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പുള്ള ചരിത്രം നോക്കുമ്പോൾ സുവിശേഷകർക്കൊക്കെ വലിയ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി നല്ല വീടുകളായി, വണ്ടികളായി, വാഹനങ്ങളായി, സൗകര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പഴയ ആ സുവിശേഷീകരണവും ഇപ്പോഴത്തെ സുവിശേഷീകരണം തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സാറിന് എൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ഞാൻ ഏകദേശം പഴയ കാലഘട്ടത്തിൻ്റെ ആരംഭക്കാരനാണ്. അന്ന് പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളിൽ ഞാൻ വളരുകയും എൻ്റെ മക്കളെ വളർത്തുകയും ചെയ്തു. ഞാനൊരു സുവിശേഷ വേലക്കാരൻ എന്നുള്ള ലേബൽ ഞാൻ ഏറ്റെടുത്തിരുന്നില്ല. ഞാൻ ഒരു ഫണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ സുവിശേഷം എന്ന് പറയുന്ന ഒരു തൊഴിലായിട്ടോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സുവിശേഷ വേലക്കാരൻ മറ്റുള്ളവരാണ് എന്നെ വിളിച്ചത്. ഞാൻ അങ്ങനെ ഒരു വിളിപ്പേര്, ഞാൻ സുവിശേഷകനാണെന്ന് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ദൈവദാസനാണെന്ന് ഞാൻ മറ്റുള്ളവർ അംഗീകരിച്ച് ഞാനും അത് അംഗീകരിക്കുക ചെയ്തത്. അതായിരുന്നു എൻ്റെ പശ്ചാത്തലം. അങ്ങനെ ഒരു ലാളിത്യമായ ഒരു ജീവിതം പൊതുജനങ്ങളുമായിട്ടുള്ള സഹകരണത്തിലാണ് ഞാൻ എപ്പോഴും ജീവിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അന്ന് ഉള്ളതിനേക്കാൾ ദൈവം എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമാകത്തൊക്കെ വേണ്ടതൊക്കെയും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ
നമ്മളൊരു അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ എനിക്ക് ഇന്നിന്ന കാര്യങ്ങളോട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് സാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? പൊതുജനം അറിയത്തക്കവണ്ണം ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യമൊക്കെയും ഞാൻ ഈ ചോദ്യോത്തരങ്ങളിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ മറച്ചു വെച്ചതായിട്ടില്ല. എന്നാൽ ആത്മീയ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം വളരെ സഹിഷ്ണുത ആവശ്യമാണ്. മാത്രമല്ല കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്, സമർപ്പണം ആവശ്യമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അത് ബോധ്യപ്പെട്ട് അതിൽ നാം നിലനിൽക്കാൻ തക്കവണ്ണം അധ്വാനിക്കണം. ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഉത്തമമായ ഒരു ദൗത്യമാണ്. നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. രക്ഷിക്കപ്പെടുന്നവർ അവരെ ദൈവവചനം പഠിപ്പിക്കുകയും അവർ കർത്താവ് പറഞ്ഞതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമെന്ന് കർത്താവ് ഉപദേശിച്ച ആ രീതി തന്നെ അതിൽ നമ്മൾ തുടരേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളൊരു കാര്യം. അതിനെ പഠിപ്പിക്കലാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ആ ടീച്ചിങ് എന്നുള്ള വലിയൊരു ഉദ്യമം നമ്മൾ ഏറ്റെടുക്കുകയും അനേക സൺഡേ സ്കൂൾ ആയതുകൊണ്ട് അത് ചെറിയൊരു ശുശ്രൂഷയാണെന്ന് കരുതരുത്. എത്ര നാളായാലും ചെറിയ ഒരു ശുശ്രൂഷകളിൽ നിന്നുമാണ് നാം വളരേണ്ടത്. അത് ചെറിയ ശുശ്രൂഷയാണെന്ന് ഒരിക്കലും കരുതരുത്. ഇനി എന്താണ് സാറിൻ്റെ ഫ്യൂച്ചർ പദ്ധതികളൊക്കെയാണ്, ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? സുവിശേഷ പ്രവർത്തനങ്ങൾ എന്തൊക്കെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് ഏകദേശം 70 വയസ്സോട് അടുത്തിരിക്കുകയാണ്. ഇനി അധികം നാളുകൾ മുന്നോട്ട് കാണും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നല്ല കാലങ്ങളും യൗവനകാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. വേണ്ടവണ്ണം എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്. അല്പനാൾ ഇനി മുന്നോട്ട് കിട്ടുന്നത് ഞാൻ വലിയ മോഹങ്ങളൊന്നും ഇല്ലെങ്കിലും അതിവേഗം ദൈവത്തിൻ്റെ വചനം കൂടുതലായി പഠിപ്പിക്കുകയും എൻ്റെ ഇപ്പോഴുള്ള പുതിയതായ പദ്ധതി മൈ ബൈബിൾ സ്റ്റഡി എന്നുള്ള കോഴ്സ് അനേക സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ എന്തായാലും ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ ദൈവം സാറിനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? പ്രാർത്ഥനാ വിഷയം എനിക്ക് ഭൗതികമായിട്ട് യാതൊരു കാര്യവും പ്രാർത്ഥനാ വിഷയമായിട്ടില്ല. എനിക്ക് ദൈവം ആവശ്യമായിരിക്കുന്നുള്ള ഹെൽത്ത് തരണം എന്നുള്ള ഒന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ദൈവവചനത്തിൻ്റെ പഠനത്തിൻ്റെ പുരോഗതിയിൽ മുന്നേറാനായിട്ട് കർത്താവ് എനിക്ക് കൂടുതലായി കൃപ നൽകണം എന്നുള്ള കാര്യമാണ് എനിക്ക് പ്രാർത്ഥനയ്ക്കായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചു. പ്രിയ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയദാസൻ കടന്നു വരുവാനും അടിയനോട് ഇങ്ങനെ ഞങ്ങൾ ചിന്തിക്കാത്തൊരു സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തുവാനും തക്കവണ്ണം കർത്താവ് തന്നെ ഉപയോഗിച്ചു. അതോർത്ത് തന്നെ സ്തുതിക്കുന്നു. അടിയൻ്റെ വാക്കുകൾ അനേകർക്ക് ഒരു ബലമാകുവാനും കർത്താവിൻ്റെ വേലയിൽ അവർക്ക് പ്രചോദനമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അടിയനും വളരെ കൃപയും ബലവും തരണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാം നിൻ്റെ ദയക്കായിട്ട് നന്ദി. സകലതും ഞങ്ങൾക്കായി ജീവൻ നൽകിയ പ്രിയ കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ.